നമ്മൾ ഒസാക്ക കാൻസായി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് എയറോപ്ലാസ ബിൽഡിങ്ങിൽ അപ്സ്റ്റേഴ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു റാപ്പിഡ് നാൻകായ് എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ട്രെയിൻ നമുക്ക് പിടിക്കാൻ പറ്റും. അവിടെ നമ്മൾ നൻബ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. നൻബ സ്റ്റേഷനിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ നമ്മുടെ ഹോട്ടലിലേക്ക്, ഒസാക്കയിലത്തെ ഹോട്ടലിൽ. അപ്പോൾ ഈ ട്രെയിൻ നിങ്ങൾ നോക്കിക്കോളൂ, വളരെ ബ്യൂട്ടിഫുള്ളാണ്, വളരെ ക്ലീനാണ്, നല്ല ലെഗ് സ്പേസ് ഉണ്ട്. പിന്നെ ലഗേജ് സ്റ്റോർ ചെയ്യാനായിട്ട് എല്ലാ ക്യാബിനിലും ഒരു അസൈൻഡ് പ്ലേസ് ഉണ്ട്. നമുക്കും സീറ്റ്സും അസൈൻഡ് ആണ്. ഞാനിത് ക്ലൂക്കിലാണ് ഈ ടിക്കറ്റ്സൊക്കെ ബുക്ക് ചെയ്തത്. വളരെ ഈസിയാണ് ഈ ക്ലൂക്കിലത്തെ വൗച്ചർ റിഡീം ചെയ്യാനൊക്കെ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ജേണി നോക്കുമ്പോൾ ചെറിയ ചെറിയ വീടുകളാണ്, ഗ്രാമം പോലെയുള്ളൊരു സ്ഥലമാണ് നമുക്ക് കാണാൻ, വലിയൊരു സിറ്റി ഒന്നുമല്ല. പക്ഷെ എവിടെ നോക്കിയാലും എത്ര ചെറിയ വീടുകളാണെങ്കിൽ വളരെ ക്ലീനായിട്ടാണ് എല്ലാവരും വെച്ചിരിക്കുന്നത്. ഒന്നും ഡംപ് ചെയ്തിട്ടില്ല, ഒരു ഡേർട്ടില്ല. അങ്ങനെയൊക്കെയാണ് ജാപ്പനീസിൻ്റെ ഒരു രീതി എന്നാണ് എനിക്ക് മനസ്സിലായത്. വളരെ വൃത്തിയുള്ള ഒരു ആൾക്കാരാണെന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഇവിടുന്ന് നമ്മൾ നേരെ പോയി ഒസാക്ക നൻബ സ്റ്റേഷനിൽ ഇറങ്ങി ഒരു ടാക്സി വിളിച്ച് നമ്മുടെ ഹോട്ടലിലേക്ക് പോയി. ടാക്സി വിളിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ നമ്മൾ ലഗേജ് ഉണ്ടായിരുന്നു, ടയേർഡൊക്കെ ആയിരുന്നു അത് കാരണം. എന്നിട്ട് നമ്മൾ ഡോട്ടോൺബുറിയിലാണെന്ന് വൈകുന്നേരം നമ്മൾ കറങ്ങാൻ പോയത്. അവിടെ നല്ല സ്ട്രീറ്റ് ഫുഡ്സ് ഉണ്ട്. എൻ്റെ ഫ്രണ്ടും അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഫാമിലിയായിട്ട്. അങ്ങനെ ഞങ്ങൾ 2 ഫാമിലി കൂടിയിട്ടാണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡോട്ടോൺബുറി ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. ആൾക്കാർ നടക്കാൻ സ്ഥലമില്ല, അങ്ങനത്തെ ഒരു സ്ഥലം. എൻജോയ്